പരലോകത്തിലെ വലിയ ദരിദ്രൻ. ദിവസവും നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും നരകത്തിൽ പോകുമോ? കൂട്ടുകാരെ, ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിട്ടും പെട്ടെന്ന് ഒരു ദിവസം എല്ലാം നഷ്ടമാകുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ പരലോകത്ത് വെച്ച് ഇതേപോലെ സർവ്വതും നഷ്ടപ്പെടുന്ന ഒരു പാപ്പരനെക്കുറിച്ച് പ്രവാചകൻ മുഹമ്മദ് നബി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആരാണ് ആ വ്യക്തി എന്നല്ലേ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ചോദിച്ചു, ആരാണ് യഥാർത്ഥ പാപ്പരൻ? സ്വത്തും പണവും ഇല്ലാത്തവനാണെന്ന് സഹാബികൾ മറുപടി പറഞ്ഞപ്പോൾ നബി തിരുത്തി പറഞ്ഞു, പരലോകത്ത് മല പോലെ നന്മകളുമായി വരുന്നുണ്ടാകും. പക്ഷേ അയാൾ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ മറ്റുള്ളവരെ ചതിച്ചിട്ടുണ്ടാകും, ചീത്ത വിളിച്ചിട്ടുണ്ടാകും, പണം തട്ടിയെടുത്തിട്ടുണ്ടാകും. മറ്റുള്ളവരെ കുത്തുവാക്ക് പറയുന്നവനും അപകീർത്തിപ്പെടുത്തുന്നവനുമായ ഏതൊരാൾക്കും വൻ നാശം. ഏഷ്ണി പറയുന്നവർക്ക് പരലോകത്ത് സ്വർഗം ലഭിക്കില്ലെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി വളരെ വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏഷ്ണി പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം. മറ്റൊരു പ്രശസ്തമായ ഹദീസിൽ പ്രവാചകൻ 2 ഖബറുകൾക്ക് സമീപത്തുകൂടെ നടന്നപ്പോൾ അവരിലെ മയ്യത്തുകൾ ശിക്ഷിക്കപ്പെടുന്നതായി അറിഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അവർ 2 പേരും വലിയ കാര്യങ്ങളുടെ പേരിലല്ല ശിക്ഷിക്കപ്പെടുന്നത്, എന്നാൽ അതത്ര ചെറിയ കാര്യവുമല്ല. അതിലൊരാൾ നടന്നുപോകുമ്പോൾ ഏഷ്ണി പറഞ്ഞു നടന്നിരുന്നവനായിരുന്നു. പരലോകത്തെ വലിയ ദരിദ്രൻ എന്ന അവസ്ഥയിലേക്ക് ഒരാളെ എത്തിക്കുന്നതിൽ ഏഷ്ണിക്ക് വലിയ പങ്കുണ്ട്. കാരണം ഒരാൾ നമ്മളെക്കുറിച്ച് ഏഷ്ണി പറഞ്ഞു എന്ന് പരലോകത്തെ വിചാരണ വേളയിൽ തെളിഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും നന്മകൾ ആ വ്യക്തിക്ക് അല്ലാഹു എടുത്തു നൽകും. നന്മകൾ തികയാതെ വന്നാൽ അയാളുടെ പാപങ്ങൾ നമ്മുടെ തലയിലാവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര വലിയ ഇബാദത്തുകൾ ചെയ്താലും കൂടെ ജീവിക്കുന്ന മനുഷ്യരെ ചതിച്ചാൽ, അവരെ വേദനിപ്പിച്ചാൽ പരലോകത്ത് നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ആരോടെങ്കിലും ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവരോട് മാപ്പ് ചോദിച്ച് തീർക്കുക. പരലോകത്തെ വലിയൊരു ദരിദ്രനാകാതിരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള ചിന്തോദ്ദീപകമായ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. മല പോലെയുള്ള നന്മകളുമായി പരലോകത്ത് വരും ചിലരുണ്ട്. പക്ഷേ ഏഷണിയും ചതിയും കാരണം എല്ലാം നഷ്ടപ്പെട്ട് പാപ്പരാകും. അവൻ യഥാർത്ഥ മുഫ്ലിസ്, നരകശിക്ഷവന് വിധിയാകും.